കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു ഇനിയിപ്പം വരുമായിരിക്കും. ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. അതാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? ഇപ്പോഴും ആ പരിപാടി തുടങ്ങുമോ? ഇപ്പോൾ പെൻഷൻ ഇത് വരും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും. പെൻഷൻ കുടിശ്ശിക വന്നിട്ട് 3-4 മാസത്തെ കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഒരു പാവങ്ങളല്ലേ, അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. 60 ലക്ഷം വരുന്ന മലയാളികളെ നിങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേതാവ് അങ്ങനെ പറയും. തിരുത്തണം, എത്രയും പെട്ടെന്ന് തിരുത്തണം. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നില്ല. പാവങ്ങളുടെ ദാരിദ്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ, മോണകാട്ടിയുള്ള അവരുടെ സന്തോഷം കാണാൻ ഹൃദയവിശാലത വേണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിദാരിദ്ര്യം തുടച്ചു നീക്കി ക്ഷേമം കരുത്താക്കി ജനകീയ ഭരണകൂടം നീങ്ങേണ്ടെന്ന് ഒരു പ്രതിപക്ഷം അജണ്ടയാക്കി പറയുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പുറത്തു വരുന്നത്. കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്ന മോദി സർക്കാരിനെ ഒരു വാക്കിൽ പോലും നോവിക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷം മലയാളിക്ക് ഗുണപരമായ വികസനത്തെ ഇടങ്കോലിടാൻ BJPക്കൊപ്പം ചേർന്ന അതേ കൈകളാണ് പാവങ്ങളെ അപമാനിക്കുക കൂടി ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ വർഗ താൽപ്പര്യം എങ്ങോട്ട്? 4 വോട്ടിനായി അപവാദങ്ങളെ വ്യവസായമാക്കുന്ന അധമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടേ? ഇതൊക്കെയാണ് നാം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. CPIM നേതാവ് VK സനോജ്, കോൺഗ്രസ് നേതാവ് വസന്ത് സിറേഖ്, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ MJ ശ്രീചിത്രൻ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് സിറേഖിലേക്ക്. ശ്രീ വസന്ത് സിറേഖ്, ഇന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ധർമ്മം കൊടുത്തില്ലേലും പട്ടിയെ വിട്ട് കടിപ്പിക്കാൻ പോകരുതെന്ന്. യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനെ അപമാനിച്ച ആ വാക്കുകൾ നിലമ്പൂരിലെ തെരുവുകളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിലുമാണ് അലയടിക്കുന്നത്. അല്ല, അങ്ങ് നോക്കൂ, ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത് പച്ചയായ യാഥാർത്ഥ്യവും നഗ്നമായ സത്യവുമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അങ്ങ് ആക്രമിച്ചു കളയാം എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങ് പറയുന്നത് പോലെ നിലമ്പൂർ ജനത മാത്രമല്ല, കേരളം അപ്പാടെയുള്ള ജനതയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. എന്തുകൊണ്ടാണ്? ശ്രീ KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ സമയത്ത് ഒരു പ്രചരണ ആയുധമായി നിങ്ങൾ പെൻഷനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചോദിക്കട്ടെ, നിങ്ങളുടെ 1ാം പ്രകടന പത്രികയിലും 2ാം പ്രകടന പത്രികയിലും നിങ്ങൾ പറഞ്ഞത് ഓരോ വർഷവും പെൻഷൻ വർദ്ധിപ്പിച്ച് 100 രൂപ വീതം വർദ്ധിപ്പിച്ച് നിങ്ങൾ 3600 എത്തിക്കും എന്നായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം. പക്ഷേ എത്ര കാലമായി, എത്ര ബഡ്ജറ്റുകളായി ഈ പെൻഷൻ വർധനവ് എന്ന നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും മിനിമം വാഗ്ദാനം അത് പാലിക്കാൻ പറ്റിയിട്ട് എത്ര ബഡ്ജറ്റുകൾ കടന്നുപോയിട്ടുണ്ട് എന്നത് പ്രസക്തമായ 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, പെൻഷൻ മുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ തലേ മാസം മാത്രം ഈ പെൻഷൻ ഡിസ്പേഴ്സ്മെന്റ് നടക്കുന്നത് എന്നത് അടുത്ത ചോദ്യം. അത് തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും കണ്ടു. അതായത് സർക്കാർ വലിയ പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ആ പ്രതിസന്ധിയുടെ ഭാഗമായി മുറുക്കി ഉടുത്ത് നമ്മൾ ജീവിക്കണമെന്നും പറയുമ്പോൾ അതേ സമയത്ത് തന്നെ PSC ബോർഡ് അംഗങ്ങളുടെ പണം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുകയാണ്. അതേ സമയത്ത് തന്നെ KT തോമസിന്റെ അലവൻസ് വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുകയാണ്. ഇതൊക്കെ സാധിക്കുന്ന സമയത്ത് സർക്കാർ സാധാരണക്കാർ വസന്ത് സിറേഖ് പറഞ്ഞതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. 1600 എത്രയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്? എത്രയാണ് പറയൂ. അല്ല, ഉമ്മൻചാണ്ടി ഇപ്പോൾ എത്രയാണ് കൊടുക്കുന്നത്? വേണ്ട, ഞാൻ പറയാം, ബുദ്ധിമുട്ടണ്ട. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 9000 കോടിയിൽ താഴെയാണ് ക്ഷേമ പെൻഷനായി കൊടുത്തത്. 600 രൂപ, അതും 18 മാസത്തോളം കുടിശ്ശിക വരുത്തി. ഇനി 4 വർഷം കൊണ്ട് മാത്രം 40,000 കോടിയാണ് ഈ സർക്കാർ കൊടുത്തത്. കഴിഞ്ഞ 5 വർഷം 37,000 കോടി. അതായത് ഈ 9 വർഷം മാത്രം 72,000 കോടി. ഈ 10 വർഷം പൂർത്തിയാകുമ്പോൾ ആ കണക്കിന് 90,000 കോടി രൂപ. 9,000 കോടിയിൽ താഴെ ഉമ്മൻചാണ്ടി, 90,000 കോടിയിലധികം LDF സർക്കാർ. ഇതാണ് അതിൻ്റെ വസ്തുത. കണക്ക് 1. 2, വസന്ത് പറഞ്ഞതിലെ വൈരുദ്ധ്യം ഞാനൊന്ന് എടുത്ത് കാണിക്കാം. 3000 രൂപയാക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന വസന്ത് തന്നെ 1600 രൂപയാക്കി അത് നൽകുന്നതിനെ കൈക്കൂലിയായി കാണുന്നു. അത് പറയുന്ന നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യം എവിടെ ഇറക്കി വെക്കും? ചുമ്മാതങ്ങ് ചാമ്പുകയാണോ വസന്ത്?
ഞാൻ പറയാം, അങ്ങ് ഇടപെടാതിരുന്നാൽ മതി. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചോദിക്കുമ്പോൾ അച്യുതാനന്ദന്റെ കാലത്തെ പറയണ്ടേ? എന്താ പിണറായി ഗവൺമെന്റിനെ മാത്രമേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി കാണുന്നുള്ളൂ? അപ്പോൾ ഓരോ ഗവൺമെന്റുകളും അച്യുതാനന്ദനിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്കും ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായിലേക്കും വരുന്നത് സർക്കാരുകളുടെ തുടർച്ചയാണ്. കക്ഷി രാഷ്ട്രീയം മാറുന്നെങ്കിലും ആ സർക്കാർ ക്രമാനുഗതമായി പെൻഷൻ വർദ്ധിപ്പിക്കാറുണ്ട്, വർദ്ധിച്ചിട്ടുമുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തുമുണ്ട്, അച്യുതാനന്ദന്റെ കാലത്തുമുണ്ട്, ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായ പിണറായിയുടെ കാലത്തുമുണ്ട്. ഇനി അങ്ങ് പറയുന്നത് പോലെ പെൻഷനേഴ്സിന്റെ കാര്യത്തിലെ എണ്ണമാണെങ്കിൽ ടോട്ടൽ പെൻഷനേഴ്സിനെ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് എടുക്കുകയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏതെങ്കിലും 1-2 വിഭാഗങ്ങൾ മാത്രം എടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എത്ര പെൻഷൻ കൊടുത്തു, എത്രയിലേക്ക് എത്തിച്ചു എന്നുള്ളതല്ല. ഒന്ന്, കെ സി വേണുഗോപാൽ ഉയർത്തുന്ന ഒരു വാദം, നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കൈക്കൂലിയായി മാത്രം ഇത് നൽകുമ്പോൾ PSC ബോർഡംഗങ്ങളുടേത് 400 ഇരട്ടിയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഫാക്ച്വൽ എറർ അല്ലേ? ഈ ഇലക്ഷൻ കാലം എന്നാണ് വരുന്നത്? ഇലക്ഷൻ കാലം എന്നാണ് വരുന്നത്? ഈ 90,000 കോടി രൂപ 10 വർഷം, ഈ 9 വർഷം കൊണ്ട് 72,000 കോടി രൂപ കൊടുത്തു തീർക്കണമെങ്കിൽ അത് ഇലക്ഷൻ കാലത്താണോ? അത് കൈക്കൂലിയാണോ? അത് ജനങ്ങളെ അപമാനിക്കുന്നതല്ലേ? തിരിച്ചു ചോദിക്കട്ടെ, എത്ര 62 ലക്ഷം പേരാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര പേരാണ് വാങ്ങുന്നത്? ഇനി പോട്ടെ, 62 ലക്ഷം പേർ ഇത് വാങ്ങുന്നു. ഇത് വാങ്ങുന്ന ഇലക്ഷന്റെ തലേന്ന് മാത്രമാണോ ഇത് നൽകുന്നത്? എന്തൊരു ജനറലൈസ് ചെയ്ത് എന്തൊരു ആക്രമണമാണ് ഈ പാവങ്ങൾക്ക് നേരെ നടത്തുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ എഴുതത് പിണറായി സർക്കാരിനെതിരെയാണെങ്കിലും കൊണ്ടത് പാവങ്ങൾക്കാണ്. പരിവാറാണ് താങ്കൾ പറയുന്നത്. എനിക്ക് വലിയ വിഷമമുണ്ട്. അജിംഷാദിനെ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ സംഘപരിവാറിന്റെ വാദം പറയുന്നത്. ഏത് സർക്കാരിനെ വിമർശിച്ചു? സംഘപരിവാറിന്റെ വാദം ആരാണ് പറഞ്ഞത്? വികസന കാര്യങ്ങളിൽ തെരുവിൽ അത് കേരളയിലടക്കം അത് വേണ്ട. നോ ആ വാദം നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന നല്ലത്. അതായത് കയ്യിലാണ് വെക്കുന്നത്, കൈപ്പത്തിയിലാണ് വെക്കുന്നത്. ഇതൊക്കെ വിമർശിച്ചാൽ അത് ജനത്തെ വിമർശിക്കുന്നതാണ് എന്നുള്ള വാദം അല്ല വസന്ത് ഈ 62 ലക്ഷം പേർക്ക് അർഹതപ്പെട്ട പണം അവരുടെ തന്നെ പണമാണ് ഒരു ജനകീയ ഭരണകൂടം അവർക്ക് നൽകുന്നത്. ക്ഷേമ പെൻഷനായി, അവർക്ക് താങ്ങായി, തണലായി, ഒരു ആപത്ത് കാലത്ത് അവർക്ക് നൽകുകയാണ്. ഇങ്ങനെ നൽകുന്നത് അവർക്ക് അർഹതപ്പെട്ട പണമാണ്. അങ്ങനെ അർഹതപ്പെട്ട പണം ഒരു ജനകീയ ഭരണകൂടം ജനങ്ങൾക്ക് നൽകുമ്പോൾ അത് കൈക്കൂലിയാണെന്ന് പറയുന്നത്, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമല്ലേ? ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന കൈക്കൂലിക്ക് സമാനമാണോ ക്ഷേമ പെൻഷൻ പാവങ്ങൾ വാങ്ങുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് പരാജയം പറ്റിയത്? എന്ത് തരം രാഷ്ട്രീയമാണിത്? 4 വോട്ടിന് വേണ്ടിയോ? ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. ഇത് സംഘപരിവാർ നെഗറ്റീവ് ആണ്. നിങ്ങൾക്കിപ്പോ ക്ലാസ് എടുക്കുന്നത് BJP നേതാക്കളാണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞുകൊള്ളൂ, ഒരു കുഴപ്പമില്ല. അതായത് സർക്കാരിനെ വിമർശിക്കുന്നത്, നേതാക്കളെ വിമർശിക്കുന്നത് രാഷ്ട്ര വിമർശനമായി ചിത്രീകരിക്കാനും അങ്ങനെ അത് ആ മാനദണ്ഡം ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ആ മാനദണ്ഡം ഒന്നും. ക്ഷേമ പെൻഷൻ ആർക്കാണ് സർക്കാർ കൊടുക്കുന്നത്? ഈ 62 ലക്ഷം പേർ ആരാണ്? അവരാണോ കൈക്കൂലി വാങ്ങുന്നത്? അപമാനിക്കുകയല്ലേ ആ ജനങ്ങളെ? ഇത് അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണെന്നേ. ആ അവകാശം മുൻപുള്ള ഭരണകൂടങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരുകൾ കൊടുക്കുന്നു. അതാണ് അവരുടെ മിടുക്ക്, അവരുടെ കഴിവ്. കൊടുക്കുമ്പോ KT തോമസിന് 600% കൊടുക്കുമ്പോ അത് വിടൂ. നമ്മൾ ക്ഷേമ പെൻഷന്റെ കാര്യം ചർച്ച ചെയ്യാം. ഈ നാട് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ ചെലവ് എത്രയാണ് എന്ന് ഞങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ. അതൊക്കെ വിടൂ. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം അത് അങ്ങനെയല്ലല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനെ മറ്റൊരുമായി താരതമ്യം ചെയ്യുന്നത് ശരിയായ രാഷ്ട്രീയ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ പ്രതിരോധത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ നാം പണം മുടക്കുന്നുണ്ട്, അതൊക്കെ വേസ്റ്റ് ആണെന്ന് പറയേണ്ടി വരില്ലേ? അത് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടല്ല. അതൊക്കെ നമുക്ക് ചായക്കടകളിൽ ഇരുന്ന് പറയാം. പക്ഷെ ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജനങ്ങൾ കൈക്കൂലി വാങ്ങുകയാണോ ചെയ്യുന്നത്? വസന്ത്, അതിൽ വ്യക്തത വരുത്തൂ നിങ്ങളുടെ നേതാക്കൾ. ഇന്ന് VD സതീശൻ ഉറച്ചു നിൽക്കുന്നു അതിൽ. പ്രിയ അജിംഷാദ്, നിങ്ങൾ പറയുന്നത് ചായക്കടയിലെ രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ അത് മാരാർജി ഭവന്റെ മുമ്പിലെ ചായക്കടയിലെ രാഷ്ട്രീയമാണെന്നേ ഉള്ളൂ. ആ രീതിയും ആ സ്ലാങ്ങിലുമാണ് നിങ്ങളുടെ സംസാരം. അജിംഷാദിന്റെ അല്ല നിങ്ങൾ അടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ സംസാരം. എന്താണ് ഈ പറയുന്നത്? നോക്കൂ, സർക്കാരിനെ വിമർശിച്ചാൽ അത് രാജ്യവിമർശനമാണ്, ദേശദ്രോഹമാണ്, കേരള വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു മാനദണ്ഡം ഇവിടെ ഉണ്ടോ? ഇവിടെ കൈക്കൂലി, ഇപ്പോൾ ഉദാഹരണത്തിന് വസന്ത് സിറിയക്കിന്റെ വീട്ടിലോ നാട്ടിലോ ഒക്കെ പാവങ്ങൾ ഉണ്ടാകില്ലേ ഇത് വാങ്ങുന്നവർ? അവരൊക്കെ കൈക്കൂലി വാങ്ങുകയാണോ? അല്ലെങ്കിൽ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധമാണ് കേരളത്തിലെ ജനങ്ങൾക്കെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? KC വേണുഗോപാൽ ദില്ലിയിൽ ഇരുന്നുകൊണ്ടായിരിക്കാം കേരള ജനതയുടെ മഹത്വം മറന്നുപോയത്, കേരള ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത മറന്നുപോയത്.
ഇതെല്ലാവരെയും ആക്ഷേപിക്കുന്നതാണ്, വസന്തശ്രീയൊക്കെ അടക്കം, നമ്മളെ അടക്കം ഓരോ മലയാളിയെ ആക്ഷേപിക്കുന്നതാണ് വസന്തശ്രീക്ക്. അതിനെ എങ്ങനെയാണ് മറ്റൊരു മാനദണ്ഡത്തിൽ കൊണ്ടുപോയി കിട്ടുന്നത്? അല്ല, ഒന്നെങ്കിൽ അങ്ങ് സംസാരിക്കുക, അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ശേഷം താങ്കൾ സംസാരിക്കാൻ തന്നെയാണ് അനുവദിച്ചത്. താങ്കളുടെ ഇടയ്ക്ക് ഞാൻ താങ്കളുടെ പ്രതികരണം സമഗ്രമായി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതൊരു ചർച്ചയുടെ സങ്കേതമാണ്. പറയൂ. രണ്ടും കേൾക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിനിടയിൽ ഞാനും ഇടപെടും, അല്ലെങ്കിൽ എന്റെ ഉത്തരത്തിനിടയിൽ അങ്ങ് ഇടപെടരുത്. രണ്ടും കേൾക്കാൻ പറ്റില്ല. താങ്കൾ പറയൂ, സമയം കൊല്ലല്ലേ. ഞാൻ വളരെ ക്ലിയർ ആണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവരോടുള്ള സെന്റിമെന്റ്സ്, ഇതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് മാത്രമാവുന്നത്? ഈ പറയുന്ന PSC മുടക്കങ്ങളുടേത് 400 ഇരട്ടിയാക്കുമ്പോൾ അഡ്വക്കേറ്റ് സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുടെ ഞാനൊരു അഭിഭാഷകനാണ്, എന്നാലും സർക്കാർ അഭിഭാഷകരുടേത് 600-700 ആക്കുമ്പോൾ, KT തോമസിന്റെയും ചിന്താ ജെറോമിന്റെയും 800-900 ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പാവപ്പെട്ടവരെ പറ്റി ഓർമ്മ വരാത്തത്? നിങ്ങൾക്ക് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ കാര്യം പറഞ്ഞതാ, വെറുതെ ഓർമ്മിപ്പിക്കരുത്. ചില ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് പോകേണ്ടി വരും, അത് ഓർമ്മിപ്പിക്കണ്ട. വസന്തശ്രീക്ക് ദയവായി തുടരൂ, ഞാൻ തിരിച്ചെത്താം. ശ്രീ VK സനോജ്, യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ എന്നത് അങ്ങനെ ഒരു കൈക്കൂലി ഉദ്ദേശത്തിൽ എല്ലാം വോട്ടിൻ്റെ മാനദണ്ഡത്തിൽ മാത്രം കാണുന്ന ഒരു സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ വീക്ഷണത്തിൽ കാണേണ്ട ഒന്നാണോ ക്ഷേമ പെൻഷനുകളെ? എന്താണ് ക്ഷേമ പെൻഷൻ? അത് ദുർബലമായ ജനതയ്ക്ക് സഹായം മാത്രമല്ല, അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടുകയും അതുവഴി വിപണിയെ ക്രമവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ട്. സ്കാൻഡിനേവിയൻ നാടുകളിലടക്കം അത് പിന്തുടരുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ പല തലങ്ങളുള്ള ക്ഷേമ പെൻഷനുകളെയാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വോട്ട് നിങ്ങൾക്കായി പോകും എന്ന ഒറ്റ കാരണത്താൽ ജനങ്ങളെ കൈക്കൂലിക്കാരാക്കുകയാണ്. അത് ശരിയായ ഒരു ധാർമ്മികതയാണോ രാഷ്ട്രീയത്തിൽ? അത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും, ഞാൻ പൊതുവിലാണ് ചോദിക്കുന്നത്. അത് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ള ആശയത്തോട് തന്നെ കോൺഗ്രസിനും വലതുപക്ഷ പാർട്ടികൾക്കെല്ലാം പരമപുച്ഛമായിരുന്നു. ഇപ്പം നാനാർ ഗവൺമെൻറ് 1980 ഈ കർഷക തൊഴിലാളികൾക്കെല്ലാം ക്ഷേമനിധി ഏർപ്പെടുന്നത്. അപ്പോൾ ആ ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രത്യുൽപാദനപരമല്ലാത്ത കാര്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു കാര്യം എന്ന നിലയിൽ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലോ, എന്തിനാണ് ഈ പൈസയൊക്കെ എടുത്തിട്ട് ഇവർക്ക് കൊടുത്ത് പൈസ കളയുന്നത് എന്ന മനോഭാവത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്, വലതുപക്ഷ പാർട്ടികൾ എല്ലാം നേരത്തെ സമീപിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എത്ര ആൾക്കാരാണ്? ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെ മുഴുവൻ ഏതാണ്ട് 62 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ആളുകളെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ഈ അധിക്ഷേപത്തിന് KC വേണുഗോപാലിനെ തിരുത്താൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ KC വേണുഗോപാൽ ആ അധിക്ഷേപം പിൻവലിച്ചിട്ട് മാപ്പ് പറയണം. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലല്ലേ ഉള്ളൂ. നിലമ്പൂർ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലേ? ഈ 62 ലക്ഷം പേരിൽ എത്ര ലക്ഷം പേരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്? അപ്പം നിലമ്പൂർ മണ്ഡലത്തിലെ ഈ ചുരുങ്ങിയ ശതമാനം വരുന്ന ആളുകളെ കണ്ടുകൊണ്ടാണോ ഈ 62 ലക്ഷം ആളുകൾക്കും ഇപ്പോൾ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചത്, പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഇതിപ്പോൾ പ്രഖ്യാപിച്ചതാണോ? നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ, ഇവിടെയുള്ള MLA രാജിവെക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ച കാര്യങ്ങളല്ലേ ഇപ്പം നടപ്പാക്കുന്നത്. കഴിഞ്ഞ തവണ ഓണത്തിൻ്റെ വിഷുവിൻ്റെ ഘട്ടത്തിൽ കൊടുത്തു, ഇപ്പം പെരുന്നാൾ വരികയാണ്. അപ്പം അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലാകെ കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ ഈ പെൻഷനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് പലതരത്തിലുള്ള അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ പൊളിഞ്ഞുപോയി. സ്ഥാനാർത്ഥി പര്യടനത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇവിടെ വരുന്നില്ല. ഇവിടെ VS ജോയുടെ വിഭാഗം വിട്ടു നിൽക്കുകയാണ്. പാണക്കാട് തങ്ങൾ തറവാട്ടിൽ നിന്നും UDFൻ്റെ കൺവെൻഷനകത്ത് ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അത് അവർ ബഹിഷ്കരിച്ച നിലയിലാണ് കാര്യങ്ങൾ പോയത്. ഇവർ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിട്ടുള്ള അൻവർ ഇവർക്കിപ്പം വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല. അൻവറുമായി രാത്രി തലയിൽ മുന്നിട്ട് ചർച്ച നടത്തിയിട്ടും അത് കാര്യമായ നിലയിൽ മുന്നോട്ട് പോയില്ല. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ ജയിച്ച് കയറാം, ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള KC വേണുഗോപാലിനും കൂട്ടർക്കും ഒരു കടുത്ത തിരിച്ചടിയാണ് ഇവിടുന്ന് ഉണ്ടായിക്കൊടുക്കുന്നത്. പ്രത്യേകിച്ച് M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഇവരുടെ എല്ലാ വെല്ലുവിളിയും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള, ഇവരുടെ അണികളുടെ വോട്ട് പോലും ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന ഇവരുടെ നേതാക്കന്മാർ തന്നെ പരസ്യമായും രഹസ്യമായും എല്ലാം സ്ഥാനാർത്ഥിത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള അനുഭവമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട്
ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി സ്വീകരിച്ച് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയെല്ലാമുള്ള ആരോപണങ്ങളൊക്കെ മുൻനിർത്തി കൈകാര്യം ചെയ്യാം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏതായാലും KC വേണുഗോപാലിനോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ലോകത്തിന് മുന്നിൽ വലിയ നിലയിൽ അവതരിപ്പിച്ചൊരു പദ്ധതിയാണ്. പക്ഷേ ആ ഒരു പദ്ധതിയെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്രമാത്രം ചർച്ചക്ക് കൊണ്ടുവച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഇതിപ്പം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ചില കണക്കിൽ നമുക്ക് നോക്കാം. അതിലിപ്പം UDFൻ്റെ കാലത്ത് 34.43 ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ കൊടുത്തിരുന്നത്. 34.43 ലക്ഷം ആളുകൾക്ക്. അത് ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിനെ തുടർന്ന് അത് 62 ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് കൊടുക്കുന്ന പദ്ധതിയായിട്ടത് മാറി. അപ്പം നേരെ ഇരട്ടിയായി മാറി എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. മാത്രമല്ല ഇതിൻ്റെ ഒരു പണത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 72,000 കോടി രൂപ നമ്മളിപ്പോൾ പെൻഷൻ വഴി കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ UDFൻ്റെ കാലത്ത് മൊത്തം പണത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 9,311 കോടിയാണ്. എന്തുകൊണ്ട് ഈ തുകയിൽ ഇത്രമാത്രം വ്യത്യാസം വരുന്നത്? UDFൻ്റെ കാലത്ത് കൊടുത്ത തുക എന്ന് പറയുന്നത് കേവലം 600 ആയിരുന്നു. ആകെ അവിടെ കാലത്ത് വർദ്ധിപ്പിച്ച തുക എന്ന് പറഞ്ഞാൽ 100 രൂപയായിരുന്നു. അങ്ങനെ 100 രൂപ വർദ്ധിപ്പിച്ച് 600 രൂപ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ആ 600 രൂപ 11 മുതൽ 18 മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് പോയത്. പല കാര്യങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഫലത്തിൽ കടലാസിൽ വർദ്ധിപ്പിച്ചതല്ലാതെ ആളുകൾ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയാക്കിയിട്ടുള്ള പണം ഉൾപ്പെടെ ഇടതുപക്ഷം വന്നപ്പോഴാണ് കൊടുത്തത്. അത് കൈക്കൂലി എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ UDFൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്ത് തീർത്തിട്ടാണ് പിന്നീട് 1,600 രൂപയേക്ക് ആ പണം വർദ്ധിപ്പിച്ചത്. അങ്ങനെ 1,600 രൂപ വർദ്ധിപ്പിച്ച് ഈ പെൻഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതത്തിൽ കുറവ് വരുത്തുന്നത്. കേന്ദ്രം പ്രത്യേകിച്ച് BJP വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി കേരള വിരോധം കൊണ്ട് കേരളത്തോട് അങ്ങേയറ്റം സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധം ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് കേരളത്തിൽ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായത്. ഇത് KC വേണുഗോപാലിന് അറിയാത്തതുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ അന്തസ്സുള്ള ഒരു ദേശീയ നേതാവാണെങ്കിൽ പ്രസംഗിക്കേണ്ടിയിരുന്നത് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന സംബന്ധിച്ചായിരുന്നു. കേരളത്തിലെ ലോകത്തിന് മാതൃകയായിട്ടുള്ള പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടെ മുടങ്ങിപ്പോവാൻ കാരണമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പോൾ കേന്ദ്രം ഉപരോധിക്കട്ടെ. കേരളത്തിൽ ഇങ്ങനെ പെൻഷനൊക്കെ മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടാവുമല്ലോ. ആ പ്രതിഷേധത്തിൽ കണ്ണുനട്ട് ആ പ്രതിഷേധത്തെ വോട്ടാക്കി മാറ്റാനെന്നല്ലേ ഇവർ നേരത്തെ നിലപാടുകൾ സ്വീകരിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ഇടുക്കി ജില്ലയിലെ ഒരു മറിയ ചേടത്തി അല്ലേ, മറിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവരെ ഇറക്കിയല്ലോ ചില മാധ്യമങ്ങൾ, ചില ചാനലുകൾ, ഇവരുടെ ചില നേതാക്കന്മാർ പിന്നീട് അവർ ഓടിയെത്തുന്നു. അപ്പം അവർ BJPയിലേക്ക് പോയി അല്ലേ. ഇവർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് പോയാൽ പിന്നെ പെട്ടെന്ന് ആളുകൾ BJPയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ തന്നെ BJPയിൽ പോകുമല്ലോ, പിന്നെ മറിയ മാത്രം തന്നെ അവിടെ നിൽക്കണം. അപ്പോൾ അവർക്ക് തോന്നിക്കാണും ഇതിനകത്ത് നിന്നുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഒരു എന്താ പറയുക, ഇത്രമാത്രം ഒരു അപവാദ വ്യവസായം തന്നെ ഉണ്ടാക്കിയില്ലേ. കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ല, പെൻഷന് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങുന്നു, എന്നിട്ട് പിന്നെ അവരെ കുറച്ച് സ്ത്രീകളൊക്കെ ഇറക്കിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. വലിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, MLA-മാരുടെ സന്ദർശനങ്ങൾ, പ്രതിപക്ഷ നേതാവിൻ്റെ സന്ദർശനം, എന്തൊക്കെയായിരുന്നു അവിടെ നടത്തിയത്? എല്ലാം പൊളിഞ്ഞല്ലോ. ഇപ്പോൾ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താ? ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ വെച്ച് കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത്രയെല്ലാം ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്തും 2 മാസം വീതം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊടുക്കുന്നു. അതും ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. അപ്പോൾ കേന്ദ്രത്തിന്റെ ഉപരോധത്തിനെതിരായിട്ട് ഒരു അക്ഷരം ഉരിയാടുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം. വയനാടിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു 5 പൈസ കേരളത്തിൽ കൊടുത്തില്ലല്ലോ. ഇത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമല്ലേ. ഒരു വാക്ക് KC വേണുഗോപാൽ പറഞ്ഞോ? വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു 5 പൈസ കൊടുത്തില്ലല്ലോ. ഇവരുടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമല്ലേ ഇത്. അപ്പോൾ അവിടെയും പണം കൊടുത്തിട്ടില്ല. ഇവിടെ വന്യജീവി പ്രശ്നമുണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് കേരളത്തിലെ അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന അടിസ്ഥാന വർഗത്തോടുള്ള പുച്ഛവും അവരെ പരിഹസിക്കലുമാണ്. ആ പരിഹാസത്തിന് കടുത്ത തിരിച്ചടിയായിരിക്കും ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും. ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് എത്താം. ശ്രീ MJ ശ്രീചിത്രൻ. ശ്രീചിത്രൻ, നോക്കൂ, ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയാണത്. ഇത്തരത്തിൽ ക്ഷേമങ്ങളെ എതിർക്കുക, അതൊക്കെ നഷ്ടക്കച്ചവടമാണ്. അത് വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ പൊതുഗതാഗതമായാലും നഷ്ടമാണ്. അത് നിർമ്മലാ സീതാരാമനും പറയുന്നു. അതിൻ്റെ വാക്കിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കൾമിനേഷനാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വേദികളിൽ കോൺഗ്രസിൻ്റെ വായിൽ നിന്ന് വീണത്. അതിൽ പറക്കിയെടുക്കാവുന്ന പല വിധത്തിലുമുള്ള അജണ്ടകളുണ്ട് അല്ലേ?
തീർച്ചയായിട്ടും ഇത് യഥാർത്ഥത്തിൽ അജിംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷേമ നടപടികൾ എന്നതിനെതിരായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും ഒരു എതിർപ്പുണ്ട്. അത് വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയമായ എതിർപ്പാണ്. ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരുപോലെയുള്ള അനേകം സമാനതകളുമുണ്ട്. അതൊരു ഭാഗം. ഈ ഇലക്ഷൻ്റെ പ്രത്യേകമായ പെർസ്പെക്റ്റീവിൽ വന്നാൽ ഞാൻ വാസ്തവത്തിൽ ഈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായി സന്തോഷിച്ച ഒരാളാണ്. കാരണം കുറേ കാലമായി കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അപവാദ വ്യവസായങ്ങളുടെയും ഉപജാപങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും മാത്രം തെരഞ്ഞെടുപ്പ് കാലം എന്നതിൽ നിന്നൊക്കെ വളരെ വിപരീതമായി കുറെ കൂടി ആരോഗ്യകരമായ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു അന്തരീക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്താണ്. രാഷ്ട്രീയമായി എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹം താരതമ്യേന മാന്യമായ നിലയ്ക്ക് ഇടപെടുകയും ഒരു സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സാന്നിധ്യവും സിനിമാ പ്രവർത്തകനും ഒക്കെയാണ്. മറുഭാഗത്ത് M സ്വരാജ് എന്ന് പറയുന്ന ഏറ്റവും തെളിമയോടെ സംസാരിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ അങ്ങേയറ്റത്തെ കൃത്യതയോടെ മൂർച്ചയോടെ സംസാരിക്കുന്ന ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നു എന്നത് കൂടുതൽ സന്തോഷകരമായൊരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ എന്താ സംഭവിക്കുന്നത്? സ്വരാജ് വന്നതിന് ശേഷം കോൺഗ്രസ് മുൻപ് മുതലേ നേരിട്ടുകൊണ്ടിരുന്ന അൻവറിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേ നേരം കളിച്ചുകൊണ്ടിരുന്ന ഈ തായം കളി അവരെ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കി കഴിഞ്ഞു. അതിനുശേഷം ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റിയറിംഗ് തിരിച്ചു വരണം എന്ന് വരുമ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അവരുടെ പതിവ് പരിപാടിയായിട്ടുള്ള അപവാദ വ്യവസായം ആരംഭിക്കുക എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്ഷേമ പെൻഷനെതിരെ സംസാരിക്കുക, കൈക്കൂലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക എന്നെ ഞെട്ടിപ്പിക്കുന്നൊരു വാക്കാണ്. കാരണം കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ കൈക്കൂലി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നാണല്ലോ നമ്മൾ പറയുക. അതാണ് അതിൻ്റെ ഒരു നിയമപരമായ വശവും. കൊടുക്കുന്ന ആളുകളെ കുറ്റക്കാർ എന്ന് പറയാൻ വേണ്ടിയാണ് വലതുപക്ഷക്കാർ ഇത് പറയുന്നത്. ഓക്കെ, കൊടുക്കുന്ന ആളുകൾ ഇടതുപക്ഷമാണ്, അവരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്നു. വാങ്ങുന്ന ആളുകളും കൈക്കൂലി എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറ്റക്കാരാണ്. എന്ന് വെച്ചാൽ ആരാണ് കുറ്റക്കാർ? ഈ കേരളത്തിലെ 62 ലക്ഷം വരുന്ന സാധാരണക്കാരായ, ഫിസിക്കലി ചലഞ്ചഡായ, വിധവകളായ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന, 50 വയസ്സിൽ കൂടുതലുള്ള അവിവാഹിതരായ സ്ത്രീകളായ ഈ നാട്ടിലെ അങ്ങേയറ്റത്തെ ദരിദ്രരായ മനുഷ്യരാണ്. 62 ലക്ഷം മനുഷ്യരുടെ മുഖത്തു തുപ്പുന്ന വർത്തമാനമാണ് ഈ കൈക്കൂലി എന്ന വാക്കൊക്കെ ഇതിനോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത്. ഒരു വോട്ടിംഗ് മുന്നിലുണ്ട് എന്ന് വെച്ച് എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതിയിലേക്ക് കേരള രാഷ്ട്രീയം എത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു കാര്യം വ്യക്തമാക്കുക, അതിൻ്റെ കണക്കുകൾ സനോജ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ വ്യക്തമാണ് ആ കണക്കുകൾ. ഒരു കാര്യം വ്യക്തമാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രത്യേകമായ സഹായമായി കൊടുക്കുന്നൊരു കാര്യമേ അല്ല പെൻഷൻ എന്നത് വളരെ വ്യക്തമാണ്. കാരണം 413 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ കുടിശ്ശികയുണ്ടായിട്ടും കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഇത്രയും മനുഷ്യർക്ക്, 62 ലക്ഷം മനുഷ്യർക്ക് ഇങ്ങനെ പെൻഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം 2 കുടിശ്ശിക കൊടുക്കുന്നു, ഈ വർഷം 3 കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് നടക്കുന്നൊരു പ്രൊപ്പഗാൻഡ എന്നത് വേണമെങ്കിൽ വ്യക്തമായി, ഞാനിതിൽ കൈക്കൂലി എന്ന വാക്കൊന്നും ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. ഇവർക്ക് വാട്ടബോട്ടറി ആയിട്ടുള്ള ആരോപണങ്ങളാണല്ലോ. അതുകൊണ്ട് ഞാനൊരു പദ്ധതി മാത്രം വ്യക്തമാക്കാമെന്ന് കരുതുന്നു. ഇപ്പം തെലങ്കാന സംസ്ഥാനത്തിൽ BRSനെതിരായിട്ട് കോൺഗ്രസ് എടുത്ത നിലപാട് എന്തായിരുന്നു? ഗൃഹലക്ഷ്മി പദ്ധതി എന്ന പേരിൽ അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഗൃഹലക്ഷ്മി പദ്ധതിക്ക് പകരം മഹാലക്ഷ്മി പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. പെൻഷനല്ല, ഞാൻ പെൻഷനാണെന്ന് പറയുന്നതേ ഇല്ല. ആ പദ്ധതിയുടെ മുകളിൽ ഉണ്ടായത് എന്താ? മഹാലക്ഷ്മി പദ്ധതിയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ക്രമേണ പിൻവലിഞ്ഞ് ഇന്ന് എന്താണ് മഹാലക്ഷ്മി പദ്ധതിയുടെ സ്ഥിതി? വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും ആ ആരോപണം ഉന്നയിക്കാം. എന്താണ് ഗൃഹലക്ഷ്മി പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇദ്ലു എന്നുള്ള പദ്ധതിയിലൂടെ, മഹാലക്ഷ്മി എന്നുള്ള പദ്ധതിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള പ്രലോഭനമായിരുന്നില്ലേ എന്ന് പറയാം. പക്ഷെ അവിടെയും നമ്മളാരും, ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള ആരും കൈക്കൂലി പോലൊരു വാക്ക് ഉപയോഗിക്കില്ല. ഈ വാക്ക് ഉപയോഗിക്കുന്ന ആളെ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനോ ഒരു പ്രാദേശിക ലീഡറോ ഒന്നുമല്ല. അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയാണ് വന്നിരുന്ന് വളരെ വളരെ കൂളായി പറയുന്നത്. അതിനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരെ അപമാനിക്കുന്നതിൽ തീർച്ചയായിട്ടും അജിംഷാദ് പറഞ്ഞതുപോലെ ക്ഷേമ നടപടികളോടുള്ള വലതുപക്ഷത്തിൻ്റെ പൂർണ്ണ
പൂർണ്ണമായൊരു എതിർപ്പ്, അതായത് BJPക്കും കോൺഗ്രസിനുമുള്ള മുതലാളിത്ത സമീപനത്തിൽ ഊന്നിയ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിന് കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ നിസ്വരായ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന മനുഷ്യരോടുള്ള എക്കാലത്തെയും അവഗണനയുടെ ഭാഗമാണ് ആ എതിർപ്പ്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ച് ഞാനത് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും വലിയ വിചിത്രമായി കേട്ടൊരു വാദം, അവരുടെ ഈ കൈക്കൂലി പ്രയോഗത്തിനെതിരെയുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ഇത് BJP പറയുന്ന വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗണ്ടർ ചെയ്യുന്നത്. BJPക്കാർക്കെതിരെ സംസാരിക്കാൻ ഇത്ര കണ്ട് ഒരു മനക്കടച്ചിലുള്ള ഇവരുടെ നേതാവ് ഈ വേണുഗോപാൽ, KC വേണുഗോപാലിന്റെ പ്രസംഗം ഞാൻ കേട്ടു. അതിൽ എത്ര നേരമാണ് ശക്തമായ ഒരു BJP വിമർശനം ഉണ്ടായിരുന്നത്? ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ വിമർശനങ്ങൾ അവിടെ മുന്നോട്ട് വെക്കണ്ടേ? എന്തെങ്കിലും ഒരു വിമർശനം നിങ്ങൾ KC വേണുഗോപാലിന്റെ പ്രസംഗത്തിൽ കേട്ടോ? എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള, കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായിട്ടുള്ള കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടോ? അതൊന്നുമില്ല. മറിച്ച് ഉള്ളത് എന്താണ്? കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ പ്രൊജക്റ്റുകളെ, വളരെ വ്യക്തമായ കണക്കുകൾ മുന്നിലുള്ള, പൊതുസമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന കണക്കുകൾ മുന്നിലുള്ള ക്ഷേമ പെൻഷൻ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന ജനസഹായത്തിന് നേരെ തീർത്തും കപടമായ ആരോപണം ഉന്നയിക്കുക, അതിന് വളരെ ഹീനമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വളരെ ദയനീയമായ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. സത്യത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ അടിതെറ്റിയിരിക്കുകയാണ്. സ്വരാജിനെ പോലെ ഒരാളെ, സ്വരാജിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവസാനം സ്വരാജ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അത് വന്നത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നേയില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സ്വരാജ് വരുന്നു. സ്വരാജ് വന്നു കഴിയുമ്പോൾ അത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം അവരാകെ അങ്കലാപ്പിലാവുന്നു. തുടർന്ന് അപ്പോൾ തോന്നുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു. എനിക്ക് ആകെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാവണം. കേരളത്തിൽ രാഷ്ട്രീയമായി ഉന്നയിക്കാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉന്നയിക്കണം. അത് ഉന്നയിച്ചുകൊണ്ട് അത്തരം ചോദ്യങ്ങളെ ഗുണപരമായി നേരിടാൻ ഇടതുപക്ഷവും തയ്യാറാവും. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു തിരുത്തൽ പ്രക്രിയയായിട്ടാണ് പ്രതിപക്ഷം നിലനിൽക്കേണ്ടത്. ആ രീതിയിൽ പ്രതിപക്ഷം ഇടപെടണം. അങ്ങനെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിലേക്ക് വരുന്നതിന് പകരം കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരെയും സാധാരണ മനുഷ്യരെയും അപമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കാകെ രാഷ്ട്രീയം പറയാൻ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് കേരളീയ ജനതയോടുള്ള വലിയ തോതിലുള്ള ഒരു അവഹേളനമാണ്. അത് നിലമ്പൂരിലെ മാത്രം മനുഷ്യരോടുള്ള അവഹേളനമല്ല. നിലമ്പൂരിൽ മാത്രമല്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുള്ളത്. ഞാനിപ്പോൾ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് താമസിക്കുന്ന എത്രയോ മനുഷ്യരെ എനിക്കറിയാം. പാവങ്ങളായ മനുഷ്യരെ നിങ്ങൾ പോയി കാണണം. ഈ മനുഷ്യരെയൊക്കെ കോൺഗ്രസ്സുകാർ പോയി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മനുഷ്യരുമായിട്ട് നിരന്തരം ഇടപെടേണ്ടി വരുന്നുണ്ടോ എന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1600 രൂപ എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണ് അവർക്ക് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ 100 രൂപ മാത്രം കൂട്ടില്ലായിരുന്നു, 600 രൂപയിൽ അത് നിർത്തില്ലായിരുന്നു. ഈ 1600 രൂപ കൊണ്ട് ഒരു മാസത്തെ ഉപജീവനം കഴിച്ചു കൂട്ടുന്ന, അതിനു മുകളിൽ ഈ മുഴുവൻ മനുഷ്യരോട് നന്ദി പറയുന്ന, സർക്കാരിനോട് നന്ദി പറയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൽ. ആ മനുഷ്യരുടെ നേർക്കാണ് നിങ്ങളൊക്കെ കൈക്കൂലിക്കാരാണ് എന്നങ്ങ് പറയുന്നത്. ഇത് എന്ത് രാഷ്ട്രീയ ബോധമാണ്? ഇതെന്ത് രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിലെ ജനതയുടെ മുന്നിൽ പങ്കുവെക്കുന്നത്? കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ മറ്റെന്തെങ്കിലും വാട്ടബൌട്ടറികൾ കൊണ്ട്, മറ്റു വിഷയങ്ങൾ കൊണ്ട് ഓട്ടയടച്ചാൽ ആ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. തീർച്ചയായും. ഞാൻ തിരിച്ചെത്താം ശ്രീ ശ്രീചിത്രൻ. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇനിയാണൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള നിരീക്ഷണത്തിൻ്റെ പന്ഥാവ് തുറക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, കാരണം ഈ ഒന്ന് ഒപ്പമുണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന PV അൻവർ തെറ്റുന്നു, വലിയ സംഘർഷത്തിലാകുന്നു. പിന്നീട് ഒരു സ്ഥാനാർത്ഥി LDFിൻ്റേതായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥി, അതും കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയുടെ വരവ് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച് ആ രീതിയിലുള്ള ട്രോള് നോക്കുമ്പോൾ ഇതാ വരുന്നു സ്വരാജ്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം തന്നെ മാറുകയാണ്. ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിൽ മേൽക്കൈ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണോ പ്രചരണ രംഗത്ത് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് കോൺഗ്രസ് പയറ്റുന്നതിൻ്റെ പിന്നിൽ? ഒരു മാധ്യമ നിരീക്ഷണം. അല്ല, തെരഞ്ഞെടുപ്പ് വേദിയിൽ തെരഞ്ഞെടുപ്പ് ഗോത എന്ന് തന്നെ പറയാം. എല്ലാം പോർക്കളം, അടർക്കളം, നിലമ്പൂര് ഒട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ പ്രയോഗങ്ങളൊക്കെ മാധ്യമങ്ങളിലെ, പത്രങ്ങളിലെ പ്രത്യേകിച്ച്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങളൊക്കെ സ്വാഭാവികമാണ്. കോൺഗ്രസ് നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം, കാരണം വളരെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ക്യാമ്പ്, UDF ക്യാമ്പ്, സംശയമൊന്നുമില്ല. അദ്ദേഹം PV അൻവർ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെ, കോൺഗ്രസ് നേതൃത്വത്തെ. അത് നമുക്കറിയാം ഏത് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്.
പക്ഷേ ഇവിടെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുന്നത് ഇത്തിരി കടുത്ത കയ്യായിപ്പോയി. അത് കെ സി വേണുഗോപാലാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ആ പറഞ്ഞത് ഇത്തിരി കടുത്തുപോയി എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം കൈക്കൂലി മേടിക്കുന്ന ആരായ ശമ്പളമുള്ളവർ എക്സ്ട്രാ കാശായിട്ടാണ് കൈക്കൂലി മേടിക്കുന്നത്. ശമ്പളം എടുത്ത് നമ്മുടെ വില്ലേജ് ഓഫീസർമാരെ മുനിസിപ്പാലിറ്റിയിലെ ഒക്കെയുള്ള നമ്മുടെ കേരളത്തിലെ ഒരു കൈക്കൂലി ഒരു വിഷയം തന്നെയാണ്. ഇപ്പോഴും ഒരു വിഷയം തന്നെയാണ്. അത് ഒരു കാലത്ത് ഡോക്ടർമാരൊക്കെ പ്രൈവറ്റ് പ്രാക്ടീസിന് കാശ് മേടിക്കുമായിരുന്നു. ഇത് ഏറെക്കുറെ അന്ന് ഗവൺമെൻറ് കർശനമായ നോട്ടം നടപ്പിലാക്കിയതോടുകൂടി അത് മിക്കവാറും ഒക്കെ ഏറെക്കുറെ നിന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് തന്നെ നിലച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ പല മേഖലകളിലും ഇന്ന് കൈക്കൂലി ഉണ്ട്. അത് കൈക്കൂലി എന്ന് പറഞ്ഞാൽ ശമ്പളം നല്ലപോലെ കിട്ടുന്നവൻ അതിൻ്റെ അപ്പുറത്താണ് ഈ കൈക്കൂലി മേടിക്കുന്നത്. അതും ചെറിയ തുകയിലാണ്. ഈയിടെ എറണാകുളത്തെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. എന്താ അവരുടെ വരുമാനം? ലക്ഷക്കണക്കിനാണ് കാശ്. ശമ്പളമൊന്നും വേണ്ട അവർക്ക്. ശമ്പളമൊന്നും ഒരു കഥയില്ലാത്ത സംഭവമാണ്, തീരെ നിസ്സാരം. പക്ഷേ കൈക്കൂലി കാശ് അത് ഭയങ്കരമാണ്. ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടാക്കാൻ അതൊരു പ്രധാനപ്പെട്ട കൈക്കൂലി മേഖലയാണ്. പക്ഷേ അതുപോലെ ഈ പാവപ്പെട്ട പെൻഷനേഴ്സിനെ, പെൻഷൻ മേടിക്കുന്നവരെ, പെൻഷൻ മേടിക്കുന്നത് അതുകൊണ്ടൊന്നും അവരുടെ ജീവിതമൊന്നും നടപ്പിലാകത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ ചിലവുണ്ട്. പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിടണം, ജോലിയില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ വിഷമിച്ചു പോകും, അവർക്കൂടി ചിലവിന് കൊടുക്കണം. ഒരു കൊച്ചു വീട്ടിലൊക്കെ എന്തെല്ലാം നിത്യ ചിലവുകളാണ് ഉണ്ടാവുക. അതൊക്കെ തീർക്കാൻ വലിയ ജോലിയൊന്നും ഉണ്ടാവത്തില്ല. ദിവസക്കൂലിക്കാരാണെങ്കിലും ദിവസേന ജോലി ദുർബലർക്കാണല്ലോ, അവർക്ക് മരുന്ന് വാങ്ങാൻ, അവർക്ക് ഒരു ഗിഫ്റ്റ് നൽകാൻ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സാമൂഹിക ജീവിതത്തിൽ ഒരു ഭാഗവാക്കായി നിൽക്കാൻ. അതെ, ഈ മരുന്നിൻ്റെ കാര്യം പറയാമല്ലോ. നമ്മുടെ കേരളത്തിൽ അത്ര വലിയ വരുമാനം നമുക്കില്ലല്ലോ. ഒരു 60 പൈസ ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ എത്ര സമ്പാദ്യം കാണും? നമ്മുടെ കേരളത്തിലെ കേരളം ലോക നിലവാരമൊക്കെയാണ് നമുക്ക്, യാതൊരു സംശയമില്ല. നമ്മുടെ ജനന മരണ നിരക്ക് തുടങ്ങി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിത നിലവാരം, നല്ല ശുചിയായി കഴിയാൻ മനുഷ്യന് കഴിയും. നല്ല വൃത്തിയായിട്ട് തുണി നനച്ച് തേച്ച്, അയ്യോ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അൻവറിൻ്റെ കാര്യം ഓർത്തത്. പാവം അൻവർ ഇന്നും ഉടുപ്പ് തേച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ PV അൻവർക്ക് ഉടുപ്പ് തേക്കാൻ പൈസയില്ല, ഷർട്ട് തേക്കാൻ പൈസയില്ല. അദ്ദേഹം ഇന്ന് ഷർട്ട് ഇട്ടുണ്ടോ ആർക്കറിയാം. അപ്പോൾ പാവപ്പെട്ടവരെങ്ങനെ അതൊക്കെ പറ്റുന്നത്? കോടികളുടെ വരച്ച് ചാടിച്ചതാ പുള്ളിയെ. കോടികളുടെ സ്വത്തുള്ള PV അൻവറിന് ഉടുപ്പ് തേക്കാൻ കാശില്ല എന്നാണ് പറയുന്നത്. അത്രയും പാപ്പരായിപ്പോയത്രേ. 2 മുന്നണികളും കൂടി അദ്ദേഹത്തെ പാപ്പരാക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലാപം. ഇവിടെ പാവപ്പെട്ടവന് അവന് വലിയ വിഷമിച്ചാണെങ്കിൽ വൃത്തിയായിട്ട് നടക്കും, കുളിക്കും, അവന് വൃത്തിബോധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജനന മരണ നിരക്ക് മുതൽ എല്ലാ ഇൻഡെക്സുകളിലും കേരളം 1ാം സ്ഥാനത്താണ്. ലോക നിലവാരം അത് ഇന്ന് മുതലേ 1ാം സ്ഥാനത്താണ് കേരളം. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയാണ് നമ്മുടെ നിലവാരം, ജീവിത നിലവാരം. പക്ഷേ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ഇല്ല. അപ്പോൾ പെട്ടെന്നൊരു വീട്ടിലൊരു ക്യാൻസർ, ഒരു ആൾക്ക് ഒരു ഗൃഹനാഥന് ക്യാൻസർ ഉണ്ടായാൽ ആശുപത്രി പോയാൽ ചികിത്സിക്കാൻ എവിടെയാണ് പണം? ഇതൊക്കെ വരാൻ പോകുന്ന ഗവൺമെൻറ്റുകളുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഇവിടുന്ന് പോരാ, പെൻഷൻ നിൽക്കത്തില്ല. അത് ക്യാൻസർ മാത്രമല്ല, അതുപോലെ എത്രയോ അസുഖങ്ങൾ വരാം. ഒരു തീരാ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ കുടുംബം അന്ധകാരത്തിലായി. പക്ഷേ ഈ 1600 രൂപയെങ്കിലും അവർക്ക് നൽകുന്നു, അവരത് വാങ്ങുന്നു, അത് വാങ്ങുന്നത് കൈക്കൂലിയാണ്. ഇത് പറയാനുള്ള ചേതോവികാരം എന്തായിരിക്കും? ഇനി അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് തിരിച്ചടിയാണെന്ന് അറിഞ്ഞാൽ ഇനി എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത്? അതിൽ ഉറച്ചു നിൽക്കുകയാണോ, അതോ പിൻവാങ്ങി മാപ്പ് പറയാനോ? ആ നിലപാടിനൊരു രാഷ്ട്രീയമുണ്ട്. ആ നിലപാട് യഥാർത്ഥത്തിൽ നേരത്തെ അജിംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലതുപക്ഷ നിരീക്ഷണമാണ്, വലതുപക്ഷ നിലപാടാണ്. ഇന്ത്യയിൽ അത് BJPയുടെ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. നമ്മുടെ ഗവൺമെൻറ് സാമ്പത്തിക പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡൽഹി ചെന്നാൽ അവർ ചോദിക്കുന്നത് നിങ്ങളെ പെൻഷനൊക്കെ നിർത്ത്, നിങ്ങളെന്തിനാ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത്, കാശ് മേടിച്ചുകൂടെ? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അജിംഷാദെ, ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന ഓപ്പൺ മെറിറ്റിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന ഫീസ് എത്രയാണെന്നറിയാമോ? പഠിക്കുന്ന എന്ത് ഫീസ് എത്രയാണെന്നറിയാമോ? ഒരു 6400 രൂപ, ഏറെക്കുറെ അത്രയും 6400 രൂപയേ ഉള്ളൂ ഒരു സെമസ്റ്ററിൽ. ഇവിടെ എൻട്രൻസ് പഠിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഒരു കൊല്ലം 2 ലക്ഷം രൂപ മിനിമം. ഒരു കൊല്ലം ഒരു വിദ്യാർത്ഥി ചിലവാക്കേണ്ടത് എൻട്രൻസ് പഠിക്കാൻ, നീറ്റ് എൻട്രൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്കുള്ള എൻട്രൻസിന്, അതിനൊക്കെ ചിലവാക്കേണ്ട തുക
ഒരു വർഷം 2 ലക്ഷം രൂപ, 2 വർഷം ആകുമ്പോഴത്തേക്ക് +2 സമയത്ത് 4 ലക്ഷം രൂപ കൊടുക്കുന്ന വിദ്യാർത്ഥി 4 വർഷത്തെ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതിന് ഒരു മാസം ഒരു സെമസ്റ്ററിൽ 6400 രൂപ വെച്ച് 8 സെമസ്റ്റർ 6 48 ഒരു 52,000 രൂപ മാക്സിമം, കൂടിയാൽ 52,000 രൂപ കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് എൻജിനീയറിംഗ് പാസ്സാക്കാൻ അജിം ഷാദെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ ഒരു ഫീസുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത്ര നിസ്സാരമായ, ഇത്ര തുച്ഛമായ എഞ്ചിനീയറിംഗ് ഫീസുണ്ടോ? ഇതൊക്കെയാണ് സർക്കാരിൻ്റെ കാശില്ലാത്തത്. ഇത് ഞാൻ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ചെയ്തതാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഫീസൊന്നും മാറ്റാൻ പറ്റത്തില്ല, 1 രൂപ കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വേണം. ഇത് നമ്മുടെ ഇതൊരു ക്ഷേമരാഷ്ട്രമാണ് കേരളം, ഒരു ക്ഷേമ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യങ്ങൾ വേണം. എന്താ സാധാരണ പള്ളിക്കൂടങ്ങളിലെ കുടിപ്പള്ളിക്കൂടങ്ങളിലെ എല്ലാം മനോഹരമല്ലേ? അവിടെ കവാടം മുതൽ അങ്ങോട്ട് ക്ലാസ് റൂം വരെ ആധുനികവൽക്കരിച്ചൊരു ലോക നിലവാരത്തിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ നടക്കാവ് പ്രദീപ് കുമാർ MLA ഇല്ലേ, പഴയ MLA, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അങ്ങ് കോഴിക്കോട്ട് നടക്കാവിലെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഗേൾസ് ഹൈസ്കൂളിൽ. ആർക്കും വേണ്ടാത്തൊരു പെമ്പിളിക്കൂടം, ആർക്കും വേണ്ടാത്ത, അദ്ദേഹം പിരിവെടുത്ത് കാശുണ്ടാക്കി ആ ഒരു സ്കൂള് കാണണമെങ്കിലുണ്ടല്ലോ, ലോക നിലവാരമുള്ള ആ പള്ളിക്കൂടം കാണണമെങ്കിൽ വേറെ ഒരു പാവപ്പെട്ടവരുടെ പള്ളിക്കൂടം, മത്സ്യത്തൊഴിലാളി കണ്ടാണ് അവിടെ ചുറ്റുപാടും താമസിക്കുന്നത്, അവരൊക്കെ പഠിക്കുന്ന ആ പള്ളിക്കൂടം ഇന്നല്ലോ അത്തരമൊരു സ്കൂള് കാണണമെങ്കിൽ നമുക്ക് ഫിൻലൻഡിലോ ലണ്ടനിലോ ഒക്കെ പോകേണ്ടി വരും അജിം ഷാദെ. ഞാൻ പോയിട്ടുണ്ട്, 2 ദിവസം ഞാൻ അവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ആ സ്കൂൾ കാണാൻ വേണ്ടി ഞാൻ കോഴിക്കോട്ട് പോയിട്ടുണ്ട് അജിം ഷാദെ. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, വയനാട്ടിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം അവിടെ മാനവേദൻ സ്കൂൾ നന്നാക്കിയിട്ടുണ്ട്. ഈ സ്കൂൾ നന്നാക്കുന്നവരെ മുഴുക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവരെ കാണാൻ പോകും. അങ്ങനെ ഷൗക്കത്തിനെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. നല്ല ഒന്നാമത്തെ സ്കൂളാണ് അത്, മാനവേദൻ സ്കൂൾ, പഴയ രാജാവിൻ്റെ കാലത്തെ സ്കൂളാണ്. അദ്ദേഹം അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അതൊക്കെ അൻവറിന് ഭയങ്കര ദേഷ്യം കേട്ടോ. അൻവർ ഇതൊക്കെ കേട്ടാൽ എന്നെ വന്ന് തല്ലും, അത് പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് സ്കൂൾ നന്നാക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണം. അങ്ങനെ വരുന്നുണ്ട്. ജെയിംസ് മാത്യു പഴയ MLA. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശ്രീജിത്രൻ സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. VK സനോജും, അതായത് നോക്കൂ, ഒരു ക്രിയാത്മകമായ എന്താണ് സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും ജയവും എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു ആശയത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വേദിയായാണ് കാണേണ്ടത്. ശരിയായിരിക്കാം, പാർലമെൻ്ററി മോഹവും ജയവും ഒക്കെ അനിവാര്യമാണെങ്കിൽ പോലും അവിടെ ഒരു ക്രിയാത്മക സംവാദം, അവിടെ തുറക്കുന്ന ഒരു വിശാലമായ പോരാട്ടം, അത് നമ്മളെ കൂടുതൽ പരിഷ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുക, ഇങ്ങനെയുള്ളൊരു ദൗത്യമല്ലേ കോൺഗ്രസും CPIM അല്ലെങ്കിൽ UDF LDF തമ്മിലല്ലേ മത്സരിക്കുന്നത്? BJP ഉണ്ട്, BJPയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് UDF സമ്മാനിച്ചാണെന്നൊക്കെയാണ് ആരോപണം വരുന്നത്. നേരത്തെ ഇവരുടെ ഒരു DCC സെക്രട്ടറി ബീന ജോസഫിനെയൊക്കെ തേടി കോൺഗ്രസ് MT രമേശ് എത്തിയതും ഒക്കെ വിവാദമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കൂടുതൽ ക്രിയാത്മകമായ ഒരു ശാക്തിക ബലാബലത്തിൻ്റെ ചേരി തുറക്കുന്നതിന് പകരം ഇത്തരത്തിൽ സങ്കുചിതമായി ജനങ്ങളെ കൈക്കൂലിക്കാരാക്കുന്നു. ഇതിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കോൺഗ്രസ്? അത് കോൺഗ്രസ് KC വേണുഗോപാലാണേ. നോക്കൂ, VD സതീശൻ എന്നെ പിന്തുണയ്ക്കുന്നു. അതെ, നമ്മുടെ സ്വരാജില്ലേ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മിതമായിട്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന, വളർന്നു വരുന്ന, ഇനിയും ഏറെ വളരാനുള്ള ഒരു യുവനേതാവാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ഇപ്പം തന്നെ കേട്ടോളൂ, അങ്ങേയറ്റത്തെ സംയമനത്തോടുകൂടി. തീർച്ചയായിട്ടും അത് ഒരു ട്രെൻഡ് സെറ്ററാണ്. നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെയും തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണം, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, അവിടുത്തെ സംസാര രീതി എങ്ങനെയാവണമെന്ന് ഒരു പക്ഷേ ഈ കേരളത്തിലെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പായിരിക്കും ഇനി വരാൻ പോകുന്ന കേരളത്തിലെ മൊത്തം തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു വഴി കാട്ടുക. സംസാരം എങ്ങനെയാവണം, നമ്മുടെ ചിന്തകൾ ഏത് വഴിക്ക് പോകണം, പ്രചാരണം ഏത് വഴിക്ക് നീങ്ങണം എന്നതിന് തീർച്ചയായിട്ടും ഒരു വലിയ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വഴികാട്ടിയായിരിക്കും സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പേടിക്കണ്ട, ഇത് ആ വഴിക്ക് തന്നെ പോവുള്ളൂ. കാരണം ഇതുപോലെയുള്ള അബദ്ധസഞ്ചാരം നടത്തിയാൽ ജനങ്ങൾ മൈൻഡ് ചെയ്യും. ഇതിപ്പോൾ തന്നെ 62 ലക്ഷം പേരെന്നൊക്കെ എനിക്ക് ആ കണക്കറിയത്തില്ലായിരുന്നു. 62 ലക്ഷം പേരെ അവരുടെ മുഖത്ത് കൊഞ്ഞനും കുത്തുന്ന പോലെ ആയിപ്പോയില്ലേ ആ പ്രയോഗമെന്നവർ സ്വയം പരിശോധിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ. തീർച്ചയായും ശ്രീ വസന്ത് സുരേഖ്, അതായത് ഈ രാഷ്ട്രീയ നിരീക്ഷണം മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്,
നിഷ്പക്ഷമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്, എല്ലാ വശത്തെയും ശരികൾ എടുത്ത് പറയുന്നവരാണ്. അവർ പറയുന്നു എം സ്വരാജ് എത്തിയതോടുകൂടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അപവാദ വ്യവസായത്തിൻ്റെ അധമ രാഷ്ട്രീയത്തെ തുറക്കാനുള്ള രീതികൾക്കുള്ള വലിയ തിരിച്ചടിയായിരിക്കും. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് വരികൾക്കിടയിൽ അത് LDF വിജയത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണെന്നാണ് അവർ തീർച്ചപ്പെടുത്തുന്നത്. അങ്ങടങ്ങുന്ന 4 പേർ ഒരു വശം പറയുകയും ഞാൻ ഒറ്റയ്ക്കിരുന്ന് മറുവശം പറയുകയും ചെയ്യുമ്പോൾ മിനിമം 4 പേരുടെ സമയം തന്നില്ലെങ്കിലും 2 പേരുടെയെങ്കിലും സമയം എനിക്ക് തരണം. ഇല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ ഇനി സഹകരിക്കാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് താങ്കളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുത്ത ആൾ, എന്നിട്ട് ഇങ്ങനെ പറയരുത് വസന്ത്. ഇപ്പോഴേ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ക്ലിയർ ആയി പറഞ്ഞത്, നിങ്ങളുടെ വലതുപക്ഷ ചായ്വാണ് നിങ്ങളുടെ നിലപാടുകളിലും ചോദ്യങ്ങളിലും എന്ന് ഞാൻ പറയാൻ കാര്യം. എന്തുകൊണ്ടാ ഒരു ചോദ്യം ഒരു ഉത്തരം പറഞ്ഞ് അതിന്റെ 10 സെക്കൻഡിനുള്ളിൽ അങ്ങ് ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ്. അങ്ങ് സംഘമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ചായ്വിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ അതിശയിക്കുകയാണ്. 2, ഈ കാര്യത്തിൽ ഇനി ഉത്തരം പറഞ്ഞു തുടങ്ങാമല്ലോ, ഇടപെടില്ലല്ലോ. ഒരു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ. ഞാൻ ഏതായാലും ഏറ്റുപോയതുകൊണ്ട് 9 മണി വരെ ഞാൻ എൻ്റെ തിരിക്കാം. എന്റെ ഫ്രെയിം ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഫ്രെയിം ഔട്ട് ആവുന്ന 1 മിനിറ്റെങ്കിലും എനിക്ക് നൽകുമല്ലോ. പറയൂ വസന്തരേഖ, എന്താണ് നമ്മളെ ലോക്കപ്പ് മർദ്ദനം അല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടുമൊക്കെ പോകേണ്ടത് ജനങ്ങൾ പെറുക്കിയെടുക്കാനല്ലേ. പറയൂ വസന്ത്, എന്താണ് വസന്ത് പിണങ്ങുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു പിണക്കം എന്താണ്? സനോജും ജേക്കബ് ജോർജും സംസാരിച്ചപ്പോൾ അങ്ങ് ഇടപെട്ടില്ല. അങ്ങ് ഇടപെട്ടേ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇടപെടേണ്ട വന്നാൽ ഇടപെടും, അത് സനോജല്ല ആരായാലും. അല്ലല്ല പ്രതിപക്ഷ ശബ്ദം ഈ ചർച്ചയിൽ ഞാൻ മാത്രമാണ്. അപ്പോൾ അങ്ങേക്ക് അത് അസൗകര്യമായി തോന്നിയാൽ എനിക്ക് എന്ത് പറയാനാണ്? പറയൂ വസന്ത്, പ്രതിപക്ഷമാണ്, അതൊരു പക്ഷം തന്നെയാണ്, അനിവാര്യ പക്ഷമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ രണ്ടു പേർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാമൂഹ്യ നിരീക്ഷകൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എനിക്ക് ഫ്രെയിം കാണാം. MJ ശ്രീചിത്രൻ. ശ്രീചിത്രൻ. അദ്ദേഹം കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയം പറയണം, അങ്ങനെ രാഷ്ട്രീയം പറയണം എന്നൊക്കെ. അപ്പൊ അദ്ദേഹത്തോട് ഏറ്റവും എളിയ ഒരു ഉപദേശം അല്ലെങ്കിൽ ആവശ്യം, അഭ്യർത്ഥന എന്ന് പറയുന്നത് സനോജിനേക്കാൾ കൂടുതൽ അഗ്രഗണ്യനായി, അതിനേക്കാൾ കൂടുതൽ അഗ്രസീവായി കോൺഗ്രസ് വിമർശനം നടത്തുകയും ഇടതുപക്ഷ സർക്കാരിനെ വൈറ്റ് വാഷിംഗ് നടത്താനും ശ്രമിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം സാമൂഹ്യ നിരീക്ഷകൻ എന്നത് മാറ്റി ഇടതു നിരീക്ഷകൻ എന്ന് വെച്ചെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ അങ്ങും തയ്യാറാവണം. അതായിരിക്കും ഏറ്റവും നല്ലത്. 2, ശ്രീ ജേക്കബ് ജോർജ് ഹൃദയമിരിക്കുന്ന പക്ഷം എന്ന അർത്ഥത്തിൽ ഇടതുപക്ഷമാണ് താനെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ് MJ ശ്രീചിത്രൻ. താങ്കൾക്ക് അറിയാമായിരിക്കും. വെക്കണ്ട, ഇടതു നിരീക്ഷകൻ വെക്കട്ടെ. കോൺഗ്രസ് വിമർശനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് വിമർശനവും ഇടത് പുകഴ്ത്തലും മാധ്യമങ്ങൾ അതിൽ വെക്കുന്ന പേരുകളൊന്നും ഞാൻ നൽകുന്നതല്ല. പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാം, അതിനൊന്നും ഒരു വിരോധമില്ല. ഞാൻ കൊടുക്കുന്നതല്ല ഈ പേരുകളൊന്നും. അത് ശരിയാണ്. പറയൂ വസന്തരേഖ, പറയൂ. വ്യക്തിപരമാകരുത്, വ്യക്തിപരമായത് ആശയപരമായി തന്നെ പോകും. അദ്ദേഹത്തോട് ഡിഫോമേഷൻ കൊടുത്തോളാൻ പറയും. വ്യക്തിപരം തന്നെയാ. എന്താ പ്രശ്നം? ചർച്ചയിലിരുന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിനെതിരെ വിമർശനം നടത്താം, കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്താം, അദ്ദേഹത്തിന് ഇടത് പുകഴ്ത്തുപാട്ടും വാഴ്ത്തുപാട്ടുമാകാം. പക്ഷെ ഞാനത് പറയാൻ പാടില്ല. ഏത് കോൺഗ്രസ് നേതാവിനെതിരെയാണ് ഞാൻ വ്യക്തിപരമായ വിമർശനം നടത്തിയത്? മനസ്സിലായില്ല. വ്യക്തിപരമായ ഒരു വിമർശനം നടത്തിയില്ല, രാഷ്ട്രീയമായ വിമർശനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം സംസാരിച്ചപ്പോ ഒരു കടുകുമണി ഇടപെട്ട ആളല്ല ഞാൻ. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോ ആങ്കറിനേക്കാൾ ആർജവത്തോടു കൂടി അദ്ദേഹം ഇടപെടുകയാണ്. എന്ത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്? എന്ത് രാഷ്ട്രീയമാണ് ശ്രീ വസന്തരേഖ, പോയിന്റിലേക്ക് വരൂ. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അവകാശം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, അദ്ദേഹത്തിന് CPM-നെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. കാരണം ഇവരാരും വിമർശനങ്ങൾക്ക് അതീതരല്ല. കൂടുതൽ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ നിലപാടെടുത്താൽ അത് വസന്തരേഖിനെ പോലെ പ്രത്യേകിച്ച് ഒരു വളരെ ശക്തനായ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് ശരിയല്ല. അത് ജനങ്ങൾ കാണുന്നതാണ്. താങ്കളുടെ പോയിന്റ് പറയൂ, വ്യക്തിപരമാകരുത് പ്ലീസ്. അല്ല, പറയും ശ്രീ അജിംഷാദ്, പറയാതെ പറ്റില്ല. പറഞ്ഞോളൂ, താങ്കളുടെ നിലപാട് പറഞ്ഞോളൂ, ജനങ്ങൾ കേൾക്കട്ടെ. ഞാൻ ഇറങ്ങിപ്പോക്കോളാം. അല്ലെ, താങ്കൾ ഇറങ്ങണ്ട, താങ്കൾ ഇറങ്ങാൻ പാടില്ലല്ലോ, താങ്കൾക്കല്ലേ സ്പേസ്. പറയൂ. ഇത് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണെന്ന് അവർ വ്യാഖ്യാനിക്കും മറുകക്ഷി. താങ്കൾ പറയൂ താങ്കളുടെ നിലപാട്. കാരണം കൃത്യതയോടുകൂടി നിലപാട് പറയുന്ന വസന്തരേഖിന് ഇപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കില്ലേ? പറയൂ. അതായത്
ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആങ്കറിനേക്കാൾ ആർജവത്തോടു കൂടി ഇടപെടുന്ന അദ്ദേഹം അത് വിടൂ, ആ വിമർശനത്തിന് മറുപടി പറഞ്ഞു പോകൂ. താങ്കൾ അദ്ദേഹത്തെ പറഞ്ഞതിനെ അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? കോൺഗ്രസ് എങ്ങനെയാകണം, കോൺഗ്രസ് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്, കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും, അതാണ് അദ്ദേഹം പ്രതീക്ഷ എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള താങ്കളുടെ വിമർശനം പറയൂ, സമയം കളയല്ലേ വസന്ത്. അങ്ങാണ് സമ്മതിക്കാത്തത്. അല്ല, ഉള്ളി തൊലിച്ചു പോകുമ്പോ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. ചിലപ്പോ കണ്ണ് നീറും, അതിൽ പ്രശ്നമൊന്നുമില്ല. ഉള്ളി തൊലിച്ചാൽ കണ്ണ് നീറും, ഉള്ളി തൊലിച്ച് തന്നെ പോവുകയുള്ളൂ. അതാണ് ഒരു ചർച്ച. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളി തൊലിക്കും പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് സ്വയം സമ്മതിക്കുകയാണ്. വസന്ത് സുരേഖ് പറയൂ, പോയിന്റ് പറയൂ. വേറെ ആർക്കെതിരെയാണ് എന്ത് വിമർശനമാണുള്ളത്? അടുത്ത 2 എന്ന് പറഞ്ഞ് താങ്കൾ നമ്പർ ഇട്ട് പറഞ്ഞിരുന്നു. അതാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ സമയം തന്നില്ലെന്ന് പറയരുത് പ്ലീസ്. പറയട്ടെ. അല്ലല്ല, അങ്ങനെ വളച്ചൊടിക്കരുത്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ അദ്ദേഹം ഇടപെട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നിർത്തി. താങ്കൾ പറയൂ, അദ്ദേഹത്തിന് സമയം നമുക്ക് കൊടുക്കാം. താങ്കൾ പറയൂ വസന്ത് സുരേഖ്. ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെട്ടാൽ തീർച്ചയായും അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആത്മാഭിമാനമില്ലാത്ത ആളല്ല ഞാൻ. 2 ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹം വളരെ സീനിയറായ മാധ്യമപ്രവർത്തകൻ, വളരെ കാര്യമായി അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തെ തിരുത്തേണ്ടതായില്ല. എങ്കിൽ പോലും ഒരു കാര്യം പറയാം. ഇന്ത്യയിൽ, അത് ഡേറ്റയാണ്, അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫീസ് വാങ്ങിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അത് സെമസ്റ്റർ ഫീസ് അല്ല, ഇയർലി ഫീസാണ്. അത് 2450 രൂപയാണ്. 2ാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്ടിലാണ്, അത് 3200 രൂപയാണ്. 4ാം സ്ഥാനം കർണാടകയാണ്. 5ാം സ്ഥാനം കേരളത്തിലുണ്ട്. നല്ല കാര്യമാണ്. അത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വിവിധ സർക്കാരുകളുടെ, അതിൽ നായർ സർക്കാരുണ്ട്, അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉണ്ട്, ഉമ്മൻചാണ്ടി, AK ആന്റണി, ലീഡർ കെ കരുണാകരൻ തൊട്ട് ശങ്കർ മന്ത്രിസഭ തൊട്ട് ഇങ്ങോട്ട് പിണറായി വിജയൻ ഗവൺമെന്റിന് വരെ പങ്കുണ്ട്. അതെല്ലാം തുടങ്ങാം. ഇനി സനോജിനുള്ള ഉത്തരം. സനോജ് വളരെ കാര്യമായി കുറെ നുണകൾ പറഞ്ഞു പോയി. ശ്രീ സനോജ്, നിങ്ങളുടെ ഗവൺമെന്റ്, അതായത് നിങ്ങളുടെ ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പിണറായി ഗവൺമെന്റ് മാത്രമേ ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അച്യുതാനന്ദൻ ഗവൺമെന്റ് ഈ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ എത്ര പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്? അത് ശ്രീചിത്രനും കൂടെ കേട്ടാൽ കൊള്ളാം. ഇതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് എടുക്കാൻ വരെ. 16,57,262 പേർക്ക്. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഞങ്ങളുടെ ഗവൺമെന്റ് 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ, 10 വർഷമല്ല 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് 34,626,266 പേർക്ക്. അതായത് ഇരട്ടിയോളം പേർക്ക് 5 വർഷം കൊണ്ട് ഞങ്ങൾ പെൻഷൻ കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ ഗവൺമെന്റ് വന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്ന 64 ലക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 10 വർഷത്തോട് കൊണ്ടാണ് നിങ്ങൾക്ക് ഇരട്ടിയാക്കാൻ സാധിച്ചത്. ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇരട്ടി പെൻഷനേഴ്സിനെ സൃഷ്ടിച്ചെങ്കിൽ നിങ്ങൾ അത് ഏതാണ്ട് 10 വർഷം കൊണ്ടാണ് സൃഷ്ടിച്ചത്. അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? 6 മാസമായി നിങ്ങളുടെ പെൻഷൻ എന്തൊരു കണക്കാണ് വസന്ത് പറയുന്നത്. 100 രൂപ വീതം വർദ്ധിപ്പിച്ചതും ഇതുമായിട്ട് എങ്ങനെയാണ് താരതമ്യം ചെയ്യാനാകുന്നത്? 1600 രൂപ, 100 രൂപ വെച്ചായിരുന്നുവെങ്കിൽ 1600 എത്തുമോ ഇപ്പോ? കേട്ടെന്നേ. അങ്ങനെയാണ് അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തതും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തതും. നമുക്ക് ഇപ്പോഴത്തെ കാര്യം, പിണറായി സർക്കാരിന്റെ കാര്യം പറയാം. ഓരോ സാഹചര്യത്തിൽ ഓരോന്നല്ലേ. അത് ചിന്തിക്കാത്ത, അതാണ് വാലിഡ് പോയിന്റ് പറയുമ്പോൾ ഇടപെടരുത്. അതായത് 2014 ലിവിംഗ് കോസ്റ്റ് ആണോ ഇപ്പോഴത്തെ, അന്നത്തെ മണി വാല്യൂ ആണോ ഇന്നത്തെ? ചിന്തിക്കുന്നേ. 2, നിങ്ങൾ വലിയ ആർജവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് എന്ത് ഈ പറയുന്ന 100 രൂപ വീതം വർദ്ധിപ്പിക്കുമെന്ന്. എത്രത്തോളം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ 2 പ്രകടന പത്രികകൾ വാർക്കു പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? ഇലക്ഷൻ സമയത്ത് 6 മാസത്തെ കുടിശ്ശികയുള്ളത് 2 ഘട്ടമായി നിങ്ങൾ കൊടുക്കുന്നു. നല്ല കാര്യം. പക്ഷെ കൊടുക്കുന്നത് ആരാ? കൊടുക്കുന്നത് CPM, ബഹുഭൂരിപക്ഷവും CPM ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിലെ എംപ്ലോയീസ് ആണ്. അവർക്ക് ആ 40 രൂപയാണ് ഓരോ വീടിനും കൊടുത്തുകൊണ്ടിരുന്നത്. അത് 25 നിങ്ങൾ കുറച്ചു എന്ന് മാത്രമല്ല, ആ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നവർക്ക് ഒക്ടോബർ തൊട്ടുള്ളത് ഇപ്പോഴും കുടിശ്ശികയാണ്. അതിനുശേഷം എന്താണ് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ നിങ്ങളുടെ അനുഭാവികളെ കൊണ്ട് ഓരോ വീടും കയറി ഇറങ്ങി പറയിപ്പിക്കുക. പെൻഷൻ വന്നിട്ടുണ്ട്, സർക്കാർ തരുന്നതാണ്, പിണറായി വിജയൻ ഗവൺമെന്റ് തരുന്നതാണ്, പിണറായി തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു PR എക്സസൈസ് ചെയ്യുന്നു എന്നതാണ്. അതിനെ സ്വാഭാവികമായും വിമർശിക്കുമ്പോൾ തൊപ്പും തൊങ്ങലും എടുത്തുകൊണ്ട്, തുരുമ്പും കരിമ്പും എടുത്തുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെയാണ് ജനം അതിനെ വിലയിരുത്തും. ഇനി നിങ്ങൾക്കുള്ള ഉത്തരം, അദ്ദേഹം പറഞ്ഞ അൻവറിനെ ആരോടും ചാടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞോ അൻവറിനോട് രാജിവെക്കാൻ? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ അൻവർ അവിടെ രാജിവെച്ചത്? അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരാണ്. അതുമായി ബന്ധപ്പെട്ട് അയാൾ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടു എന്ന് അയാൾ തന്നെ അവകാശപ്പെടുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായി ആരോപണങ്ങൾ അയാൾ ഉന്നയിക്കും. അദ്ദേഹം VD സതീശനെതിരെ എല്ലാവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആരോപണം ആർക്കും ഉന്നയിക്കാവുന്ന ഏറ്റവും നിസ്സാരമായ കാര്യമല്ലേ? അതല്ലല്ലോ വസ്തുത. നമുക്ക് അവിടെ നിൽക്കാം. വസന്ത് സുരേഖ്, ഏതാണ്ട് താങ്കൾക്ക് നേരിട്ട എല്ലാ വിമർശനങ്ങൾക്കും താങ്കളുടേതായ മറുപടി പ്രസന്റ് ചെയ്തു. ഞാൻ VK സനോയിലേക്ക് ഒന്ന് പോകുന്നു. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ VK സനോയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്.
അൻവർ ഉമ്മാക്കി കണ്ടാൽ പേടിക്കുന്നത് CPM ആണ്. കാരണം ആരോപണം ഉന്നയിച്ച് വാർത്താ മാധ്യമങ്ങളിൽ കൂടി പറയാവുന്ന പുലഫി മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞിട്ട് 3 ആഴ്ചക്കാലം വേണ്ടി വരുന്നു മുഖ്യമന്ത്രിക്ക് ഒന്ന് പ്രതികരിക്കാൻ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിടാൻ. അങ്ങനൊന്നുമില്ല. വീണ്ടും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിവരിക്കണ്ട. കാരണം അൻവർ ആരാണ് എന്താണെന്നുള്ളത് VD സതീശനും കോൺഗ്രസിനും ഒക്കെ ബോധ്യമായല്ലോ. ഇപ്പോൾ നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാൽ എന്ത് സ്വഭാവം മനസ്സിലായെന്നൊരു ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത്. അത് പോട്ടെ. അപ്പോൾ ഞാൻ VK സനോജിലേക്ക്, നമുക്ക് അനാവശ്യമായ രാഷ്ട്രീയത്തിലേക്ക് പോകണം. ശ്രീ വി കെ സനോജ് നിങ്ങൾക്കെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാം. ഒരു ഇടവേള പോകണം, ചുരുക്കിപ്പെട്ടു. നിങ്ങളുടെ സൈബർ സംഘത്തിന്റെ നേതാവായിരുന്നു. അതിലിപ്പോ വസന്തസിലേക്ക് അവസാനിപ്പിച്ചിടത്ത് തുടങ്ങാം. ഞങ്ങൾക്ക് PV അൻവറിനെ ഭയമില്ല. ഞങ്ങൾക്ക് PV അൻവർ ഒരു വിഷയവുമല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ PV അൻവറിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. നിങ്ങൾക്ക് PV അൻവർ വലിയൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ നിങ്ങളുടെ ഹൈക്കമാൻഡ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിച്ച് ആ നിമിഷം എത്ര ആക്ഷേപം നിറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായി PV അൻവർ പറഞ്ഞത്. എന്തെങ്കിലും ഒരക്ഷരം ഷാർപ്പായി PV അൻവറിനെതിരായി പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ധൈര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, PV അൻവറിൻ്റെ ചുമലിൽ കയറി ജയിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ജനങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലും PV അൻവറിൻ്റെ കാര്യത്തിലെല്ലാം ഇപ്പോഴും വലിയ സംശയം നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പകല് ഫേസ്ബുക്കിൽ ഗീർവാണ വെല്ലുവിളിയാ PV അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, PV അൻവർ ഞങ്ങളുടെ തലവേദനയല്ല എന്ന് ഫേസ്ബുക്കിലിടുന്ന ആളുകൾ രാത്രി തലയിൽ മുണ്ടിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. പകൽ VD സതീശൻ പറയുന്നു PV അൻവർ അടഞ്ഞ അധ്യായമാണ്, UDFന്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി മുഖ്യ ശിഷ്യനെ ഏജന്റായിട്ട് അങ്ങോട്ട് അയച്ചു. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. അതുകൊണ്ട് PV അൻവറിന് നിങ്ങൾക്ക് ഭയമാണ്, PV അൻവർ നിങ്ങൾക്ക് വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് PV അൻവർ ഒന്നുമല്ല. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പറയണമായിരുന്നു. എപ്പോഴ് നിങ്ങളുടെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ച അന്ന് PV അൻവറിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അന്ന് കാണിക്കണമായിരുന്നു. ഇപ്പോൾ ഈ ചാനലിലിരുന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഇവിടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുമ്പോൾ വസന്ത സിറിയക്കെന്ത് ഇടത് നിരീക്ഷകനെതിരായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഇവിടെ വന്ന ആൾക്കെതിരായിട്ട് വലിയ ആക്ഷേപം പറയുകയാണ്. യഥാർത്ഥ അദ്ദേഹം, ഞാൻ ഈ ചർച്ച മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കാണുകയാണല്ലോ, പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീധരൻ ഇവിടെ എന്താണ് പറഞ്ഞത്? ശ്രീധരൻ പറഞ്ഞതിൽ ഫാക്റ്റായിട്ട് എന്താണ് തെറ്റുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം ശ്രീധരൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആക്ഷേപം ഉന്നയിക്കുക, ബഹളം വെക്കുക, ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുക അല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം 62 ലക്ഷം ജനങ്ങളെ, 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരെ ആക്ഷേപിച്ചിട്ട് ആ ആക്ഷേപത്തെ കിടന്ന് വീണ്ടും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കാലത്ത് പണ്ട് ഇത്ര ലക്ഷമായിരുന്നു, പിന്നീട് വർദ്ധിപ്പിച്ചു എന്നാ പറയുന്നത്. വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം? ആ വർദ്ധിപ്പിച്ച തുക നിങ്ങൾ കൊടുത്തോ? ആ വർദ്ധിപ്പിച്ച അത്രയും ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾ കൊടുത്തോ? കൊടുത്തില്ല. 18 മാസം കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിലുള്ള കാര്യമാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് നിങ്ങൾ എന്താ പറയാത്തത്? എന്തേ നിങ്ങൾ കേന്ദ്രത്തെ ആ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാത്തത്? 70,000 രൂപയാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. ആ 70,000 രൂപ കൊടുക്കുമ്പം നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം എന്നല്ലേ പറയുന്നത്? ഇവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇവിടെ വിദ്യാഭ്യാസ മേഖല കൊടുക്കേണ്ട ഫണ്ട് കേന്ദ്രം സാധാരണയിൽ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കേന്ദ്രവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ കേരളത്തിലെ ഓരോ കേന്ദ്രത്തിൻ്റെ സമീപനങ്ങൾ കേരളത്തിലെ ഓരോ മനുഷ്യരെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം രാഷ്ട്രീയം എന്തുകൊണ്ട് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നില്ല? അത് ചർച്ച ചെയ്തതിന് പകരം എങ്ങനെയല്ലോ എല്ലാ വഴിയും സ്വീകരിച്ച് വളരെ കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെൻറ്റിനെ ഈ നിലയിലല്ലേ ചിത്രീകരിക്കുന്നത്? തീർച്ചയായും. ശ്രീചിത്രൻ നോക്കൂ, ഇവിടെ നാം കണ്ടത് വടക്കഞ്ചേരിയിലെ ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതടക്കം ലൈഫ് പാർപ്പിട പദ്ധതിക്കെതിരെ
ഇതടക്കം എല്ലാ ഘട്ടങ്ങളും ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഘട്ടത്തിൽ മനുഷ്യനും ജനങ്ങൾക്കും ഗുണപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇടങ്കോലിൻ്റെ രാഷ്ട്രീയവുമായി എത്തിയത് അതാണ് പ്രതിപക്ഷം, അതാണ് പ്രതിപക്ഷ പ്രവർത്തനമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് സർക്കാർ പറഞ്ഞാൽ രണ്ടെന്ന് പറയുക, രണ്ടെന്ന് സർക്കാർ പറഞ്ഞാൽ ഒന്നെന്ന് പറയുക, ഇതാണ് പ്രതിപക്ഷം എന്ന റോളിലേക്ക് നാം ചുരുങ്ങുകയാണ്. നേരത്തെ താങ്കൾ മറ്റൊരു രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും ഒരു തുടർച്ചയായിട്ടാണ് ക്ഷേമ പെൻഷനെ പോലും കണ്ണ് മൂടി അങ്ങ് ആക്രമിക്കുന്നത്. അതാണ് വഴിയിൽ വീഴുന്നത്. ഇതിലെ വാസ്തവം ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ആകെ ഇടപെടേണ്ടി വന്നത് തീർത്തും വ്യക്തിപരമായ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് മാത്രമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രശ്നം അതല്ല. നോക്കൂ, വല്ലാത്തൊരു രോഷത്തോടെയും വല്ലാത്ത നിലയ്ക്ക് കൺട്രോൾ വിട്ടുമാണ് കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുന്നത്. അല്ല, ഈ വസന്തനിക്ക് അങ്ങനെയുള്ള ആളല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആകുന്നത് അവരുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാണെന്ന് കേരളത്തിലെ അല്ല, അതല്ല, ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കരുതുന്നില്ല. അതാണ്, അത് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ ഒരു പൊതു പ്രതീകമാണ്, ഒരു പൊതു അന്തരീക്ഷമാണ്. അതായത് ഞാൻ ആകെ പറഞ്ഞത് എന്താണ്, ആര്യാടൻ ഷൗക്കത്ത് കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, സ്ഥാനാർത്ഥിയാണ്. അപ്പുറത്ത് കേരളത്തിലെ സമാനതകളില്ലാത്ത വിധം രാഷ്ട്രീയ കൃത്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. ഗുണപരമായൊരു രാഷ്ട്രീയ സംവാദം വളർന്നു വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇതാണല്ലോ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു തുടങ്ങിയത്. അത്തരം ഒരു രാഷ്ട്രീയ സംവാദത്തിന് ആവശ്യമായ പക്വത, സംയമനം തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആകെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. അതിൻ്റെ യാതൊരു കാര്യവുമില്ല. ഒരു രാഷ്ട്രീയ സംവാദം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി സംസാരിക്കാം. നോക്കൂ, ഇപ്പോൾ VD സതീശൻ പത്രസമ്മേളനം നടത്തി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയും ധാർഷ്ട്യവും ഒക്കെ വീണ്ടും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ പിന്നിടും തോറും അത് പെരുകി വരികയാണല്ലോ. ഇപ്പോൾ മലപ്പുറം ആരോപണം കൊണ്ടുവരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ചർച്ചയിൽ ഒതുങ്ങുന്നതല്ല, ഈ ഒരു ഫ്രെയിംവർക്കിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മലപ്പുറത്തിനെതിരെ സംസാരിച്ചതെന്നും ആരാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാലത്ത് അതിനെതിരെ സമരം ചെയ്തതെന്നും ആരാണ് ലീഗിനെ മതേതര കക്ഷിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ സ്ഥാനം മാത്രം നൽകി CD സാഹിബിനെ ഒതുക്കിയതെന്നും CH മുഹമ്മദ് കോയ എന്തിനാണെന്ന് രാജിവെച്ചതെന്നും ചരിത്രം കേരളത്തിലുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ ചരിത്രത്തെ വെച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാമല്ലോ. അതിന് പ്രാപ്തമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ ഒരുങ്ങുകയാണല്ലോ. ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികളാണല്ലോ. ഇത്തരം പ്രതീക്ഷയോടുകൂടി ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് വല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ പേടിക്കല്ലേ. എന്തിനാണ് പേടിക്കുന്നത്? സ്വരാജ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പോരെ. സ്വരാജ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, എന്ത് ചെയ്യാൻ പറ്റും? CPM-ന് ഇടതുപക്ഷത്തിനൊക്കെ ഇങ്ങനെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. അത് വന്ന് നിന്നിരിക്കുന്നു. രാഷ്ട്രീയമായി അതിനെ നേരിടാൻ നോക്കണം. അതിന് പകരം ഇങ്ങനെ കൺട്രോൾ പോയി ഇങ്ങനെ കിടന്ന അതിൻ്റെ യാതൊരു കാര്യവും രാഷ്ട്രീയത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ മലിനമാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു വൈകാരിക വ്യവസായമായി അപവാദ പ്രചരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാം എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇദ്ദേഹം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ പിണറായി സർക്കാരിനെയും അതിനു മുൻപുള്ള 5 വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ആ 5 വർഷം എടുത്താൽ പോരാ, അതിനു മുമ്പുള്ള അച്യുതാനന്ദൻ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് മുമ്പുള്ള കാലം എന്നിവയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലത്തെ പൂർണ്ണമായി ഇവിടെ ചർച്ചയിൽ ഒതുങ്ങില്ല എന്നും അത് ഇതിൻ്റെ ഒരു ഫ്രെയിംവർക്കിൽ ഒതുങ്ങില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. ഒരു കാര്യം മാത്രം പറയാം, അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്ന സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങളോടും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളോടുമാണ് ആ ഗവൺമെൻറ് ഇടപെട്ടിരുന്നത്. 2013-14 കാലത്താണ്, അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ദേശീയ ശരാശരിയേക്കാൾ നമ്മുടെ GDP ഉയർന്നത്. ആ ഗവൺമെൻറ് വരുന്നതിന് മുൻപുണ്ടായിരുന്ന വലതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയൊരു പ്രശ്നം, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കാർഷിക ആത്മഹത്യയുടെ വലിയ പെരുപ്പമായിരുന്നു. 1000-ന് മുകളിലേക്ക് കാർഷിക ആത്മഹത്യ പോയിരുന്നു. അതെല്ലാം അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ക്രമേണ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായത്. അങ്ങനെ തുടങ്ങി, അത് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. ആ തരത്തിലുള്ള അനേകം നടപടികളിലൂടെ കേരളത്തിലെ വലിയ ഗുണാത്മകമായി സ്വാധീനിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നു അത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെ ഒന്നാകെ സമഗ്ര നിലയിൽ കണ്ടുകൊണ്ടുള്ളൊരു വിശകലനം ഇവിടെ നിൽക്കില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വളരെ ചെറിയ താരതമ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ബാക്കി മുഴുവനായും വൈകാരികത ഫില്ല് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും നന്നല്ലാത്ത ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുക. ഇത്തരത്തിലുള്ള വൈകാരികമായ തർക്കങ്ങളല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ കൂടി ഗുണപരമാവണം. കോൺഗ്രസ്സുകാർ പേടിക്കേണ്ട. അത്യാവശ്യം വോട്ടൊക്കെ നിലമ്പൂരുണ്ട്, സ്വരാജ് ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഏതാണ്ട് തെളിയുന്നു. ഓക്കെ, അത് ശരിയാണ്. അത് നിലവിൽ ഈ VD സതീശനും
നിങ്ങളുടെ തന്നെ ഏറ്റവും പരമോന്നത നേതാക്കളുടെ ഒരാളായ വേണുഗോപാലും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഈ അന്തരീക്ഷം കൂടി അതിലൊരു പങ്ക് വഹിക്കുന്നു. അതിന് പകരം സ്വരാജിന്റെ തെളിമയാർന്ന ദാർഢ്യതയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് കഴിയുന്ന പോലെയെങ്കിലും രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതിന് തയ്യാറല്ല, ഞങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നത് എന്തിനാ? അതിന് യാതൊരു കാര്യവുമില്ല. എനിക്ക് ആകെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനില്ല, പേടിക്കണ്ട, നിങ്ങൾ രാഷ്ട്രീയമായി നേരിടും. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, വളരെ ചുരുക്കി, സമയം കഴിഞ്ഞു എങ്കിൽ പോലും വളരെ ചുരുക്കി, എങ്ങനെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ താങ്കൾ കാണുന്നത്? നിലമ്പൂരിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും പ്രധാനമാണ്. അടുത്ത വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. പക്ഷേ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും തോക്കാൻ പറ്റില്ല. അത് വലിയ വിഷമം തന്നെയാണ്. ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഇച്ചിരി ഓവറായിട്ടൊക്കെ സംസാരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടും നിലമ്പൂരി പിടിച്ചെടുക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടുക, അതായിരിക്കണം കോൺഗ്രസിൻ്റെ അജണ്ട. അത് ലക്ഷ്യം അതായിരിക്കും. സ്വാഭാവികമായിട്ടും ലക്ഷ്യം നല്ലത്, പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നല്ലതായിരിക്കണം. പിന്നീട് ബഹുമാനപ്പെട്ട വസന്ത് സിറിയക്ക് അൻവറിൻ്റെ ആരോപണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അൻവർ ഒരു 1,000 ആരോപണങ്ങൾ കൊണ്ടുവന്നു. ആദ്യം DGP, ADGP അങ്ങനെ കുറേ പേരുടെ പേരിൽ, പിന്നെ മുഖ്യമന്ത്രിക്കെതിരെയായി ആരോപണം, പിന്നെ P. ശശിക്കെതിരെയായി, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ എത്രയോ ആരോപണങ്ങൾ ഈ ഭരണകാലത്ത് വന്നു. പക്ഷേ ഒന്നും കോടതിയിലും ചിലവായിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല, എങ്ങും എത്തത്തില്ല. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങൾ. എങ്ങും എത്തത്തില്ല, എത്താത്ത ആരോപണങ്ങൾ. എനിക്ക് സനോജിലേക്കും വസന്ത്ശ്രീയിലേക്കും വരണമെന്നുണ്ട്, പക്ഷേ സമയപരിമിതി എന്നെ അതിന് അനുവദിക്കില്ല. എന്തായാലും വിരളി പിടിക്കേണ്ട, ക്ഷമയോടെ പൊരുതൂ. സത്യം ആര് ജനങ്ങൾക്ക് ബോധ്യമാക്കുന്നു അവർ ജയിക്കും, അവർ ജയിക്കട്ടെ. അങ്ങനെയാണ് നിലമ്പൂരും സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തോട്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാകുകയാണ്.